ഹായ് മക്കളെ, നമ്മളപ്പോൾ ഞാൻ കാവ്യ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 7th ചാപ്റ്റർ മെറ്റൽസ് ആണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ 3 സെഷൻസിൽ മെറ്റൽസിൻ്റെ ചാപ്റ്ററിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെട്ടായിരുന്നു. ആൻഡ് അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്, എങ്ങനെ ഒരു മെറ്റലിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഇരിക്കാമെന്ന്. നമ്മൾ ഓസ് എന്താണെന്ന് പരിചയപ്പെട്ടു. ആൻഡ് സ്റ്റേജസ് ഓഫ് ഈ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റേജസ് നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു ആ സ്റ്റേജ് ഓർക്കുന്നുണ്ടോ? കോൺസെൻട്രേഷൻ ഓഫ് ആദ്യം നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് നമ്മൾ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ആൻഡ് ഫൈനലി നമ്മൾ റിഫൈൻ ചെയ്തെടുത്തു, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ 3 സ്റ്റേജസ് നമ്മൾ വൃത്തിയായിട്ട് നോക്കിയായിരുന്നു 2 സെഷൻസിലൂടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്റ്റേജിൽ ചില ഇൻഡസ്ട്രിയൽ ആയിട്ട്, അതായത് ഈ മെറ്റൽസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഏൻഷ്യൻ പീരീഡ് തൊട്ടേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഈ പറയുന്ന മെറ്റൽസിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്, മെറ്റൽസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്കും അഗ്രികൾച്ചർ സെക്ടർ തൊട്ട് നമ്മുടെ മെഡിക്കൽ സെക്ടേഴ്സിൽ വരെ ഈ പറയുന്ന മെറ്റൽസ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മെറ്റൽസ് നമ്മൾ എങ്ങനെയാണ് ചുമ്മാ ഒരു വീട്ടിൽ നിന്നിട്ട് നമുക്ക് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇത് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഇൻഡസ്ട്രിയിൽ ഈ മെറ്റൽസ് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെറ്റൽസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അബൻഡൻ്റ് ആയിട്ട് നമ്മൾ സുലഭമായിട്ട് എടുക്കുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് നമ്മുടെ അയേൺ ആണ്, ഇരുമ്പാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ്. സോ അതിൻ്റെ പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇരുമ്പെന്ന് പറയുമ്പോൾ ഇരുമ്പ് വെച്ചിട്ട് ഇരുമ്പ് മാത്രമല്ല, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേറെയും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതിനും യൂസേജസ് വേറെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇരുമ്പിന് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഇരുമ്പിൻ്റെ പ്രോപ്പർട്ടീസാണ്. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മെറ്റൽസിനേക്കാളും ഇരുമ്പ് കുറച്ചുകൂടെ ചീപ്പാണ്. എന്തുകൊണ്ട് ഈ ചീപ്പായത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് സെഷൻസിൽ പഠിച്ചു, ഒരു മെറ്റൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ മെറ്റൽസിന്, ഇപ്പോൾ ഗോൾഡും പ്ലാറ്റിനും ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രഷ്യസ് ആണ്, അതായത് നമുക്ക് റെയറാണ്, അങ്ങനെ കിട്ടില്ല. അതേസമയം നമ്മൾ ഇരുമ്പിൻ്റെ ഭാഗം കൺസിഡർ ചെയ്യുമ്പോൾ ഇരുമ്പ് ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മൊത്തം ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം ഭൂമിക്കകത്ത് ഏറ്റവും കൂടുതൽ അബൻഡൻ്റ് ആയിട്ട്, അതായത് സെക്കൻഡ് മോസ്റ്റ് ആയിട്ട് വേഗം തന്നെ കിട്ടുന്ന ഒരു അവൈലബിലിറ്റി കൂടുതലുള്ള ഒരു മെറ്റലാണ് ഈ പറയുന്ന അയേൺ അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സ്റ്റഡീസ് എല്ലാവരും പഠിച്ചതായിരിക്കുമല്ലോ, ജോഗ്രഫി. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറേ ലെയേഴ്സ് പഠിക്കുന്നുണ്ട് എർത്തിൻ്റെ. അതിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, ഇതൊക്കെയാണ് നമ്മുടെ എർത്തിൻ്റെ ലെയർ. ഞാൻ ഔട്ടർ കോർ ഇന്നർ കോർ ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്കതിനകത്ത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ പുറമേ ഈ കാണിക്കുന്ന ഈ ബ്ലൂ കളർ, ഇത് നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കാണുന്ന ഭൂമിയുടെ ആ മണ്ണും കാര്യങ്ങളും ഉള്ള കുറച്ചുള്ള ആ ഒരു ലെയറിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രസ്റ്റിലാണ് നമ്മൾ ഈ മെറ്റൽസിനെ കാണുന്നത്. അപ്പോൾ ആ ക്രസ്റ്റിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രസ്റ്റിൻ്റെ 5% എത്രയാണ് വരിക? 5%ഓളം നമുക്ക് അയേൺ ആണ്. അത്രയും അവൈലബിലിറ്റി അതായത് ഒരു എർത്ത് ക്രസ്റ്റിൻ്റെ 5% നമുക്ക് അയേൺ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അയേൺ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ ഓസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. നമുക്കിപ്പോൾ അയേണിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അയേൺ എങ്ങനെയാണ്, ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി അയേണിൻ്റെ മാത്രം കാര്യങ്ങളൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആ ഓസ് ഓഫ് അയേൺ എന്ന് പറയുന്നത്? അതായത് മിനറലിൽ നിന്ന് ഒരു അയേണിന് കുറേ മിനറൽസ് ഉണ്ട്. അതിൽ ഓസ് ഓഫ് അയേൺ, ഓർ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് നമ്മൾ ഈ അയേണിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അയേൺ ഓർ? അയേണിന് 2 ഓറുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയത്? വേറെ കളറിൽ എഴുതാം. അയേണിന് 2 ഓറുണ്ടെന്ന് പറഞ്ഞു. അതായത് ഒന്ന് ഹേമറ്റൈറ്റ്. ഏതാണ്? 1 വരുന്നത് ഹേമറ്റൈറ്റ് ആണ്. ആൻഡ് 2 വരുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ് ഇവരെ 2 പേരെയും. ഹേമറ്റൈറ്റ് ഓർക്കേണ്ട, നല്ല ഒരു ബ്ലാക്ക് കളറിൽ ഷൈനിങ് ആയിട്ട് രത്നം പോലെ ഇരിക്കുന്ന വസ്തു, അതാണ് അയേണിൻ്റെ ഹേമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചിട്ടില്ല. മാഗ്നറ്റൈറ്റും ഒരു 2ാമത്തെ ഓറാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഓറുകൾ അയേൺസിന് ഈ 2 ഓറും
കൂടുതലായിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ എക്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പവും ഈ മാഗ്നറ്റൈറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണെങ്കിൽ Fe2O3 ആണ്. അതുപോലെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് Fe3O4 ആണ്. ഇനി ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മൾ 3 സ്റ്റേജസ് കണ്ടു. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് നമ്മൾ ഈ കളക്ട് ചെയ്തേക്കുന്ന ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ്സ് യൂസ് ഫോർ കോൺസെൻട്രേഷൻ, അയേണിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒന്ന് ഈ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. അതായത് സ്ട്രീം ഓഫ് വാട്ടറിൽ നമ്മൾ ചുമ്മാ വെള്ളം അടിച്ച് കഴുകിയെടുക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഹൈഡ്രോളിക് വാഷിംഗ്. കാരണം അത് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഓക്സൈഡ്സ് ഓറിലാണ്. ഇവിടെ നോക്കിയടാ, ഹേമറ്റൈറ്റ് ആയാലും മാഗ്നറ്റൈറ്റ് ആണെങ്കിലും ഒരു ഓക്സൈഡ്സ് ആണ്, അയേണിൻ്റെ ഓക്സൈഡ് ഓറുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് വാഷിംഗ് ആണ് ആദ്യത്തേതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അയേണിൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിങ്ങും അതായത് അയേൺ ഓക്സൈഡുകളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ്. പിന്നെ വരുന്ന ഒരു സംഭവമാണ് അയേൺ. അയേൺ എന്ന് പറയുന്ന സാധനം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു വസ്തുവാണ് അല്ലേ. ഒരു ഇരുമ്പും അതിൻ്റെ അടുത്തൊരു മാഗ്നറ്റും വെച്ച് കഴിഞ്ഞാൽ അത് പരസ്പരം കൂടിച്ചേരും. അപ്പോൾ അയേൺ എന്ന് പറയുന്ന സാധനം എന്താണ്, എപ്പോഴും അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ഓറിനകത്ത് നമ്മൾ പഠിച്ചു, ഒരു ഓറിനകത്ത് ഗാംഗി എന്ന് പറയുന്നത്, അതായത് ഇമ്പ്യൂരിറ്റീസും കാണും, അതുപോലെ തന്നെ മെറ്റലും കാണും. അപ്പോൾ നമ്മൾ ഈ ഇമ്പ്യൂരിറ്റീസിനെ വിളിച്ച പേരാണ് ഗാംഗി എന്ന്. ഈ പറയുന്ന ഗാംഗിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓറോ, ഇതിലേതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അയേണിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഓറിന് ഇവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്പ്യൂരിറ്റീസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. സോ ഇവിടെ മാഗ്നറ്റിക് സെപ്പറേഷൻ പോസിബിൾ അല്ലേ? അപ്പം മൂന്നാമത്തേതായിട്ട് നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ കണക്കാക്കാം. ഞാൻ മാഗ്ന്ന് എഴുതുന്നുള്ളൂ, മാഗ്നറ്റിക് വരെ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ മാഗ്ന്നൊന്നും എഴുതി വെക്കരുത്, ഫുൾ എഴുതിക്കോണം, എനിക്ക് മടിയായിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 എണ്ണം? ഹൈഡ്രോളിക് വാഷിംഗ്, റോസ്റ്റിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇതാണ് 3 വരിക. ഇനി വരുന്നത് സബ്സ്റ്റൻസ് യൂസ് ടു റെഡ്യൂസ് ഓർ. അതായത് ഈ ഓറിനെ നമ്മൾ എന്താ ചെയ്യുക, ഈ ഓറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഓറിൽ നിന്നും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് 2 രീതി ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് നമുക്ക് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനത്തെ നമ്മൾ മെറ്റൽ ഓക്സൈഡായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യും. 2 പ്രോസസ്സ് കഴിഞ്ഞ സെഷനിൽ പഠിച്ചില്ലേടാ, കാൽസിനേഷനും അതുപോലെ തന്നെ റോസ്റ്റിങ്ങും. അങ്ങനെ 2 ആയിട്ട് അതിനെ നമ്മൾ ചെയ്യും. അതായത് ബേസ്ഡ് ഓൺ ആ മെറ്റലും അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ 2 നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നോക്കിയിട്ട് നമ്മൾ ഇതിനെ മെറ്റൽ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിഡക്ഷൻ പ്രോസസ്സിലൂടെ അതിനെ മെറ്റലാക്കി എടുക്കും. ഇതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഓരോ മെറ്റൽസിനെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ്. ഈ പറയുന്ന അയേൺ എന്ന് പറയുന്ന സാധനം മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ പെടുന്ന ഒന്നാണ്. മോഡറേറ്റ്ലി റിയാക്റ്റീവ് ഗ്രൂപ്പ് ഏതൊക്കെയാ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. മോഡറേറ്റ്ലി റിയാക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക്, ഫിയേഴ്സ്, സ്നോ, പബ്ജി അല്ലേ, അതാണ് നമ്മുടെ കോഡ്. അപ്പം അതിനകത്ത് വരുന്നത് ആരൊക്കെയായിരുന്നു? സിങ്ക്, ഫിയറിൻ്റെ Fe അയേൺ, പിന്നെ സ്നോയുടെ Sn ടിൻ, പബ്ജിയുടെ Pb. സിങ്ക്, ഫിയേഴ്സ്, സ്നോ, പബ്ജി. അപ്പോൾ ഇതാണ് ആ പറയുന്ന മോഡറേറ്റീവ്ലി റിയാക്റ്റീവ് ഗ്രൂപ്പ്സ്. അതിനകത്ത് കണ്ടോ, ഇങ്ങനെ ഈ ഇത്രയും ആൾക്കാരുടെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്, എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോക്ക്, അതായത് ഈ കോക്കല്ല, നമ്മുടെ മറ്റേ സാധാരണ കൽക്കരി, ഒന്നെങ്കിൽ കോക്ക് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വരേണ്ടത്? ഇവിടെ വരുന്നത് കോക്ക് ഓർ കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓൾസ് ഓഫ് അയോൺസിനെ കുറിച്ച് ഉള്ള ഒരു അയോണിൻ്റെ ഇൻട്രൊഡക്ഷൻ. കാരണം നമ്മൾ ഇനി നോക്കുന്നത് ഇൻഡസ്ട്രീസിൽ എങ്ങനെയാണ് ഈ അയേണിനെ റെഡിയാക്കി എടുക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്.
അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അയണിൻ്റെ ഓറിനെ കുറിച്ചൊക്കെ ഒന്ന് തലയിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രം, കാരണം അതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. സോ എന്നാൽ മാത്രമാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് എക്സ്ട്രാക്ഷൻസിലേക്ക് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പുട്ടുവെച്ച് കമത്തി വെച്ച പോലത്തെ ഒരു ചിത്രമുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ എന്തൊക്കെയോ ഒക്കെ വലിയ കാര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പുട്ടുവെച്ചിനെ മാത്രം കൺസിഡർ ചെയ്യാം. കാരണം ഇത് എക്സാംസിന് എന്തായാലും ചോദിക്കും. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ഈ ചാപ്റ്റർ, ഞാൻ 10th ആയിരുന്നപ്പോഴും മിക്കപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മാർക്കിനാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറയുന്ന ബ്ലാസ്റ്റ് ഫേർണസ് എഴുതാനാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, വരച്ച് പഠിക്കണം. ഇക്വേഷൻസ് മാത്രം പോരാ. കാരണം ചില ടീച്ചേഴ്സിന് ഇക്വേഷനേക്കാളും പിക്ചേഴ്സിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അവരെവിടെ മാർക്ക് കളയണം എന്ന് നോക്കിയിരിക്കും. അപ്പോൾ പിക്ചർ ഇല്ലെങ്കിൽ ചിലപ്പോൾ 1 മാർക്കോ 1/2 മാർക്കോ ആ പിക്ചറിൽ കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിക്ചർ എഴുതി നമ്മൾ ആ ഇക്വേഷൻ എഴുതി കൺസെപ്റ്റ് അങ്ങ് 2 ലൈനിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് അതിൽ കിട്ടും ആ ക്വസ്റ്റിന്. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ നമ്മളിത് വരച്ചുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് പുട്ടൂച്ചിയൊക്കെ പോലെ ഇത്ര ഡിസൈനിൽ വരയ്ക്കാൻ കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ സാധാ രീതിയിൽ വരയ്ക്കാം. ഒരു 2 ഇങ്ങനെ പാരലലായിട്ട് 2 സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒരു സംഭവം വരയ്ക്കുക. ഇതൊരു ബീക്കർ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഈ ഒരു സെറ്റപ്പിനെ വിളിച്ച പേരാണ് ബ്ലാസ്റ്റ് ഫേർണസ് എന്ന്. അതായത് ഇൻഡസ്ട്രിയിൽ അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വലിയ ടവർ പോലത്തെ ഒരു സാധനത്തിലാണ്. ഈ ടവറിൻ്റെ സൈസ് എത്രയാണെന്നറിയോ? 20 to 30 meters. അതായത് ഇപ്പം നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യുക. എൻ്റെ മണ്ടയിൽ വേറൊരു ഞാൻ കയറിയിരിക്കണു, അതിൻ്റെ മണ്ടയിൽ വേറൊരാൾ കയറിയിരിക്കണു. ഒന്ന് ആലോചിച്ച് 3 ഞാൻ, ആ 3 ഞാൻ എന്നെ കൺസിഡർ ചെയ്യുക. അത്രയും ഹൈറ്റ് എങ്ങാലും വരും. ഞാൻ പിന്നെ കുറച്ച് ഹൈറ്റ് കുറവാണ്ട് ഒരു വലിയൊരു 6 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ, അയാളുടെ പൊക്കത്ത് വേറൊരു 6 അടി ഉയരമുള്ള മനുഷ്യൻ, അയാളുടെ പൊക്കത്ത് വേറൊരു 6 അടി ഉയരമുള്ള മനുഷ്യൻ. അത്രയും ഹൈറ്റാണ് ഈ പറയുന്ന ടവറിനുള്ളത്. അതായത് 20 to 30 meters ആണ്. ഇത് ബേസിക്കലി ഒരു സ്റ്റീൽ ടവർ ആയിരിക്കും. എന്താണ്? സ്റ്റീലിൻ്റെ ഒരു ടവർ ആയിരിക്കും. സ്റ്റീൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഇത് ബേസിക്കലി ഒരു സ്റ്റീൽ ടവറാണ്. ഈ സ്റ്റീൽ ടവർ ആണെങ്കിലും ഇതിനൊരു ഇന്നർ ലെയർ ഉണ്ട്. കുറച്ച് കട്ടിയിൽ ഒരു ഇന്നർ ലെയർ ഉണ്ട്. നിങ്ങളുടെ ചിത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ ഒരു വിത്ത് കണ്ടോ? ഇത്രയുമുള്ള വിത്ത്. ഇതാണ് അതിൻ്റെ ഇന്നർ ലെയർ എന്ന് പറയുന്നത്. അങ്ങനെ 2 ലെയേഴ്സ് ആയിട്ടാണ് ഇതുള്ളത്. ഈ ഇന്നർ ലെയർ, അതായത് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇന്നർ ലെയർ. ഈ പറയുന്ന ഇന്നർ ലെയർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിക്സ് കൊണ്ടാണ്. എന്തുകൊണ്ട്? ഒരു തരം ബ്രിക്കാണ്. ഈ ബ്രിക്കിനെ പറയുന്ന റിഫ്രാക്ടറി ബ്രിക്സ് എന്നാണ്. അതായത് ഈ ബ്രിക്സിൻ്റെ ഉപയോഗം വേറൊന്നുമല്ല. ഇതിൻ്റെ അകത്തേക്കൊന്ന് നോക്കിയേടാ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിനകത്ത് വരുന്നത് ഏകദേശം 270 degrees Celsius ആണ്. അത്രയും, അതായത് 2170 ഡിഗ്രീസിലാണ് ഈ പറയുന്ന ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മളുടെ ഇവിടെയൊക്കെ ഒരു 30-35 പോട്ടെ 40 ഡിഗ്രി ആകുമ്പോൾ തന്നെ നമ്മൾ ഉരുകിപ്പോകും. ചൂട് കൂട്ടില്ലാന്ന് പറയുന്നു. 100 എന്ന് പറയുന്നത് വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഡിഗ്രിയാണ്. ആ തിളച്ച വെള്ളം നമ്മുടെ കയ്യിൽ വീണാൽ കൈ പൊള്ളിപ്പോവും. അപ്പം 100ഒക്കെയാണ് മാക്സിമം. ഇതിനകത്ത് 100ഉം കഴിഞ്ഞ് 1000ഉം കഴിഞ്ഞ് 2000ഉം കഴിഞ്ഞ് കടന്നു നിൽക്കുന്ന ഡിഗ്രിയാണ്. അതായത് ഇതിനകത്ത് ബേസിക്കലി നടക്കുന്നത് നമ്മുടെ ഈ അയൺ, ഇരുമ്പെന്ന് പറയുന്ന സാധനം ഉരുകണം. അപ്പോൾ അത്രയും ഹീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ ഈ ചേംബറിൻ്റെ അകത്ത് അത്രയും ഹീറ്റ്, അത്രയും ടെമ്പറേച്ചർ ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ അത്രയും ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ സാധനത്തിന് അത്രയും ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഇടണ ഇരുമ്പ് ഉരുകുന്ന പോലെ ഈ പാത്രം ഉരുകിപ്പോകും. അപ്പോൾ അതിനു വേണ്ടി ഈ റിഫ്രാക്ടറി ബ്രിക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹീറ്റിനെ, ഇത്രയും ഹൈ ടെമ്പറേച്ചേഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ ബേസിക്കലി, ഇത് റിഫ്രാക്ടറി ബ്രിക്സും കൊണ്ടാണ് ഈ പറയുന്ന ഇന്നർ ലെയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇവിടെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇനി
സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 ഔട്ട്ലെറ്റ്, അതായത് ഈ പറയുന്ന ഈ ഇന്ന വോൾസിൻ്റെ അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ട്ലെറ്റ് ആണ്. എന്തിനാണ് ഈ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് കയറാനും അകത്തുനിന്ന് പുറത്തേക്ക് പോകാനും നമ്മുടെ എക്സിറ്റ്, അങ്ങനെ ഒരു എക്സിറ്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്, അതായത് ഈ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഏകദേശം 2000 ഡിഗ്രീസിന് മേലെ ഉള്ള ഹീറ്റാണ് ഇതിനകത്തുള്ളത്. അതായത് നമുക്ക് ഇരുമ്പ് ഉരുക്കണ്ടേടാ. അപ്പോൾ ഈ ഹീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് ഇങ്ങനെ അടുപ്പിൽ കൊടുക്കണ പോലെ തീ കൊടുത്തോണ്ടിരിക്കുകയല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിട്ടാണ് പറഞ്ഞത്? ഏകദേശം 20-30 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. അത്രയും ഹൈറ്റിലേക്കൊന്നും ഒരിക്കലും താഴത്തുനിന്ന് നമ്മൾ കുറച്ച് വിറക് കൊടുത്ത് ഹീറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിലേക്കൊന്നും ടെമ്പറേച്ചർ പോവില്ല. അപ്പോൾ അത്രയും ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി നല്ല ഹൈ പ്രഷറിൽ നമ്മൾ ഹോട്ട് എയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് ഇത്രയും ഡിഗ്രീസ് ഉള്ള ഹോട്ട് എയർ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 100 100 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോകുമ്പോൾ അത് ആ 100 ഡിഗ്രി തൊട്ട് അങ്ങോട്ട് അത് വേപ്പേഴ്സ് ആയി തുടങ്ങും. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് ഈ പറയുന്ന 100 ഡിഗ്രി സെൽഷ്യസിന്. അങ്ങനെയാണെങ്കിൽ ആ നീരാവിക്ക് ഈ 100 ഡിഗ്രിനേക്കാളും മേലെയായിരിക്കും അതിൻ്റെ ചൂടുണ്ടാവുക. എന്താണ്, നമ്മുടെ ഈ വെള്ളത്തിനേക്കാളും തിളയ്ക്കുന്ന വെള്ളത്തെക്കാളും അതിൽ നിന്നും വരുന്ന നീരാവിക്കാണ് ചൂട് കൂടുതലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഹോട്ട് എയർ അത്രയും ഡിഗ്രീസ് ഹോട്ട് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്, അടിക്കുമ്പോൾ തന്നെ ഉരുകിപ്പോവും. അപ്പോൾ അത്രയും ഹോട്ട് എയർ വഴിയാണ് ഇതിൻ്റെ ഉള്ളിൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോട്ട് എയറിന് കയറാനാണ്. ഇതാണ് ഞാൻ ആരോ ഇട്ടിട്ടുണ്ട്. ഈ ആരോസ് വേറൊന്നുമല്ല, ഹോട്ട് എയർ ആണ്. മിസ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാക്ക ചിക്കിയ പോലെ ഇരിക്കും, ഒന്ന് സഹകരിക്കുക. അതായത് ഈ 2 ആരോസ് കണ്ടു, ഈ ഇമേജിലാണെങ്കിൽ ഈ കാണിക്കുന്ന ഈ 2 ആരോസ്, ഇമേജ് അത്ര ക്ലിയർ ആയിരിക്കില്ല, അതുകൊണ്ട് ഞാൻ ഓവർ റൈറ്റ് ചെയ്ത് തരാം. ഈ ആരോസ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോട്ട് എയർ ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹോട്ട് എയർ എന്ന് ഇട്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് കൊടുക്കുന്ന ഹോട്ട് എയർ ആണ്. ഇതുവഴിയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ആവുന്നത്. ഇനി ഹോട്ട് എയർ നമ്മൾ അങ്ങനെ കൊടുത്തു, നമ്മുടെ ഫേണസ് ചൂടായി അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇതിലേക്ക് എന്തിനാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണ്ടേ നമ്മുടെ അയേൺ, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ടയിൽ ഇങ്ങനെ കിരീടം പോലത്തെ ഈ ഒരു അറേഞ്ച്മെന്റ് കണ്ടോ? ഈ അറേഞ്ച്മെന്റ് ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അറേഞ്ച്മെന്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് നിങ്ങൾ എണ്ണ നമ്മൾ പാക്കറ്റിൽ കവറിൽ ഇപ്പോൾ എണ്ണ വാങ്ങിച്ചു അല്ലെങ്കിൽ പാല് വാങ്ങിച്ചു എന്നൊക്കെ ഇരിക്കട്ടെ, വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് ഒരു സൈഡ് ഒന്നും ലീക്കായി പോയി കഴിഞ്ഞാൽ ഉമ്മയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ നല്ല അടി കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സൂക്ഷിച്ചൊഴിക്കാൻ വേണ്ടി നിങ്ങൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തട്ടിപ്പോകണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ഫണലാണ് യൂസ് ചെയ്യുന്നത്. അതായത് എങ്ങോട്ടും പോകാണ്ടിരിക്കാൻ. ഫണൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും, ഒരു വി എന്നിട്ട് താഴത്തെ ഒരു കുഴൽ പോലെ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ മണ്ടയിൽ നോക്കിയിടാ, ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒരു കിരീടം പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടോ? ആ ഒരു സെറ്റപ്പ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ നമ്മുടെ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അത് എണ്ണ തുളുമ്പി പോകാണ്ടിരിക്കാൻ നമ്മൾ സാധനം വെക്കില്ലേ, ഫണൽ, ഇങ്ങനെ ആ ഫണൽ ഇങ്ങനെയല്ല ഇരിക്കുക. അപ്പം ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ആ എണ്ണ ഒഴിക്കുന്നത് പാത്രങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ എങ്ങോട്ടും പോകാണ്ടിരിക്കാൻ. അതിനെ തിരിച്ച് വെച്ചാലുള്ള ഒരു ആകൃതിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇതിൻ്റെ മേലെ കൊടുത്തേക്കണേ. ഈ അറേഞ്ച്മെൻറ്റിന് ഒരു പേരുണ്ട്. അതായത് മാത്സ് നമ്മൾ പഠിച്ചപ്പോൾ, മാത്സിലിപ്പോൾ ഷേപ്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ഷേപ്പിനെ നമ്മൾ എന്താ പറയുക, ഐസ്ക്രീമിൻ്റെ ഒക്കെ ഇങ്ങനെ കോൺ ഐസ്ക്രീം, ഇങ്ങനെയുള്ള ഷേപ്പിനെ കോൺ എന്ന് പറയും. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിച്ചതാണ് കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെൻറ്റ് എന്ന്. ഇതാണ് കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെൻറ്റ്. കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെൻറ്റ് എന്നാണ് ഇതിനെ നമ്മൾ വിളിച്ചത്.
ഈ ഒരു അറേഞ്ച്മെൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിൽക്കൂടെയാണ് നമ്മുടെ മെറ്റൽ മോരുമുള ആ മിക്സ്ചർ നമ്മൾ മേളിൽക്കൂടെയാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ അത് പെട്ടെന്ന് ഒറ്റയടിക്ക് വീഴാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇത്രയും ഹോട്ട് ടെമ്പറേച്ചറൊക്കെ കൊടുത്തതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ഹൈ ടെമ്പറേച്ചറിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഇതിന് നടക്കണം. എന്നിട്ട് വേണം ഈ മെറ്റൽ നമുക്ക് എന്ത് ചെയ്ത് ഉരുകി ഇങ്ങനെ നമുക്ക് അയേണായിട്ട് പ്യൂരിഫിക്കേഷൻ, അതായത് നല്ല അയേണായിട്ട് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് അയേൺ എടുത്ത് ഓരെടുത്ത് നമുക്ക് ചുമ്മാ ചൂടാക്കിക്കൂടെ. ഇങ്ങനെ സെപ്പറേറ്റ് ഫണലും അറേഞ്ച്മെൻ്റ് ഒക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഴുന്ന, അതായത് ഈ പറയുന്ന മിക്സ്ചർ ഓഫ് അയേൺ താഴത്തേക്ക് വീഴുന്നത് ഒരു സെഗ്മെൻ്റ് ആയിട്ട്, ഒരു പടയെന്ന് പറഞ്ഞ് താഴത്തേക്ക് വീഴാണ്ട് അതിൻ്റെ ആ വീഴ്ചേനെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വെച്ചത്. ആൻഡ് ഈ അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെൻറ്റ് എന്ന്. ഇനി നമ്മൾ പറയുന്നത്, ഞാനിവിടെ മിക്സ്ചർന്ന് കുറേ നേരമായി എടുത്ത് പറയുന്നു. അതായത് കാൽഷ്യം കാർബൺ, ഇവിടെ നമ്മൾ ഈ മിക്സ്ചർ എന്തൊക്കെയാണ് ഈ മിക്സ്ചറിനകത്ത് വരുന്നത്? അയേണിൻ്റെ ഓറുണ്ട്, പിന്നെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അയേണും സിങ്കൊക്കെ വരുന്ന കേസിൽ നമ്മൾ കോക്കും കാർബണുമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കാർബണും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് വരുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിന് എന്താണ് ഇവിടെ കാരണം പറഞ്ഞുതരാം. അതായത് നമ്മളുടെ അയേണിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോൾ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ എന്താ പറയുന്നത്, 99% ബാക്ടീരിയാസിനെയും കൊല്ലുന്നു, 100% അവർ പറയുന്നില്ല. അതായത് എത്രയൊക്കെ ചെയ്താലും 1% അവിടെ കാണും. അതുപോലെ നമ്മൾ എത്രയൊക്കെ ഈ മെറ്റൽ റിഫൈൻ ചെയ്ത അയേൺ എടുത്താലും ഒരു 1% ഒക്കെ അതിനകത്ത് ഇമ്പ്യൂരിറ്റി എന്തായാലും ഉണ്ടാകും. ഓക്കെ, ആ ഇമ്പ്യൂരിറ്റീസ് ഈ പറയുന്ന അയേണിൻ്റെ കേസിലാണെങ്കിൽ അതിനകത്ത് വരുന്ന മെയിൻ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് സാൻഡാണ്. നമ്മുടെ സാൻഡ് നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SiO2 ആണ്. ഞാനിവിടെ എഴുതിയിടാം. സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് SiO2 ആണ്. ഇതാണ് നമ്മുടെ സാൻഡ്, ഇതാണ് ഇമ്പ്യൂരിറ്റി. ഈ സാധനം ഒരു അസിഡിക് നേച്ചറാണ്. എന്താണ് അസിഡിക് നേച്ചർ? കുഞ്ഞിൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, pH, ബേസിക് നേച്ചർ, അസിഡിക് നേച്ചർ. 7 ന്യൂട്രൽ ആണ്. അപ്പോൾ 7ന് മുകളിലുള്ളതൊക്കെ വാല്യൂസ് pH വാല്യൂ വന്നു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ബേസിക് നേച്ചർ ആയിരിക്കും, താഴത്താണെങ്കിൽ അസിഡിക് നേച്ചർ ആയിരിക്കും. സോ സാൻഡ് എന്ന് പറയുന്ന സാധനം ഒരു അസിഡിക് നേച്ചറാണ്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റി, നമ്മുടെ ഇമ്പ്യൂരിറ്റി അസിഡിക് നേച്ചർ ആയതുകൊണ്ട് ഇതിനെ ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനായിട്ട്, ഈ പറയുന്ന ഈ ഇമ്പ്യൂരിറ്റീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത്. അയേണിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇവിടെ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഇക്വേഷനിലൂടെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ കൺഫ്യൂസ് ആയിപ്പോവും. അതായത് കാൽഷ്യം കാർബണേറ്റും ഈ ഓറിനകത്ത് ഈ 3 ഐറ്റംസും ഉണ്ട്. അതായത് ഇതൊരു മിക്സ്ചറാണ്. ഈ മിക്സ്ചറിനെ നമ്മൾ വിളിച്ച പേരാണ് ചാർജ് എന്ന്. അതായത് ഈ പറയുന്ന അയേൺ, കാർബൺ, CaCO3 ഈ 3 എണ്ണത്തിൻ്റെ മിക്സ്ചറിനെ നമ്മൾ വിളിച്ച പേരാണ് ചാർജ് എന്ന്. ഈ പറയുന്ന ചാർജ് എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വീഴുമ്പോൾ ഇത് ഇത്രയും ടെമ്പറേച്ചർ, ഇതിനകത്ത് ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഈ ടെമ്പറേച്ചറിൻ്റെ ഉള്ളിൽ വെച്ച് കാൽഷ്യം കാർബണേറ്റിന് ഒരു റിയാക്ഷൻ സംഭവിക്കുകയാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ആ റിയാക്ഷൻ? അതാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്, ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ കെമിസ്ട്രിക്കാർക്ക് ഈ ട്രയാങ്കിൾ എന്താടാ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഹീറ്റ് എന്നാണ്. എഴുതാൻ മടിയായാലും നമ്മൾ കെമിസ്ട്രിക്കാർ ഇച്ചിരി മടിയന്മാരാണ്. അതുകൊണ്ട് ഇങ്ങനെ കുറേ സിമ്പിൾസ് ഉണ്ട്. ഇത് ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ അപ്പർ ആരോ, ഡൗൺ ആരോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന, അതിൽ ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഹീറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പോൾ ഈ കാൽഷ്യം, ഇതിനകത്ത് നമുക്ക് കാൽഷ്യം ഓക്സൈഡാണ് നമുക്ക് നമ്മളുടെ നായകൻ. എന്തിനാണ് ഈ കാൽഷ്യം ഓക്സൈഡിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ CaOയുടെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഇവന് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CO ആണ് നമ്മുടെ ഇമ്പ്യൂരിറ്റി ആയിട്ട്, അതായത് SiO2 നമ്മുടെ സാൻഡായിട്ട് റിയാക്ട് ചെയ്ത് CaSiO3 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന CO നമ്മുടെ സാൻഡായിട്ട്, വിച്ച് ഇസ് SiO2 ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ CaSiO3 എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ CaO ഇങ്ങനെ സാൻഡിനെ, ഇമ്പ്യൂരിറ്റീസിനെ ഈ
ഇത് സാൻഡ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി ആണ്. ഇമ്പ്യൂരിറ്റീനെ നമ്മൾ വിളിച്ച ഓമനപ്പേരാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഗാങ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ CaOനും ഒരു ഓമനപ്പേരുണ്ട്, ഫ്ലക്സ്. എന്താണ്? ഫ്ലക്സ്. അപ്പം CO ആണ് ഇവിടെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ആൻഡ് SiO2 ആണ് ഇവിടെ ഗാങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു CaO ഈ ഫ്ലക്സും ഗാങ്ങും കൂടെ കൂടിച്ചേർന്ന്, അതായത് ഇവിടെ പ്ലസ് മാർക്ക് വേണ്ട, കൺഫ്യൂസ് ആയിപ്പോകും. ഫ്ലക്സും അതുപോലെ തന്നെ നമ്മുടെ ഗാംഗയും കൂടെ കൂടിച്ചേർന്ന് ഉണ്ടാവുന്ന സംഭവത്തിനെ നമ്മൾ വിളിച്ചതാണ് സ്ലാഗ് എന്ന്. അപ്പം ഈ പറയുന്ന ഇതാണ് നമ്മുടെ സ്ലാഗ്. എന്താണിത്? സ്ലാഗ് ആണ്. ഈ CaSiO3 എന്ന് പറയുന്നത് സ്ലാഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലക്സ് എന്താണ്? ഫ്ലക്സ് എന്ന് പറയുന്ന ഐറ്റം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫ്ലക്സിന് 2 കാര്യങ്ങളുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളുടെ ഫ്ലക്സ് ഒന്നെങ്കിൽ ഈ ഓരോ ഈ പറയുന്ന അയേൺ ഒരു മെറ്റൽ, അങ്ങനെ ഓരോ മെറ്റലിൻ്റെ അടിസ്ഥാനത്തിലും ഈ സാധനം മാറി മാറി കളിക്കും. അതായത് ഫ്ലക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്ലക്സ് ബേസിക് നേച്ചർ ആകാം, അല്ലെങ്കിൽ അസിഡിക് നേച്ചർ ആകാം. ഫ്ലക്സ് ബേസിക് ആണെങ്കിൽ അതായത് ഈ നമ്മുടെ ഇമ്പ്യൂരിറ്റീസിൻ്റെ pHൻ്റെ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത്. ഇമ്പ്യൂരിറ്റി ഇപ്പം അസിഡിക് ആണെങ്കിൽ നമ്മുടെ ഫ്ലക്സ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇങ്ങനെ തിരിച്ചാലോചിക്കുക. ഫ്ലക്സ് ഇപ്പോൾ ബേസിക് ആണെങ്കിൽ നമ്മളുടെ ഇമ്പ്യൂരിറ്റി എന്തായിരിക്കണം? അസിഡിക് ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഫ്ലക്സ് ഇപ്പോൾ ഇമ്പ്യൂരിറ്റി നമ്മുടെ അസിഡിക് നേച്ചർ ആണെങ്കിൽ ഫ്ലക്സ് ബേസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ബേസ് ആണെങ്കിൽ ഫ്ലക്സ് അസിഡിക് ആണ്. അതായത് എന്താണോ ഇമ്പ്യൂരിറ്റി, ആ ഇമ്പ്യൂരിറ്റീൻ്റെ പ്രോപ്പർട്ടി എന്താണോ, അതിൻ്റെ pH എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്. ആ ഇമ്പ്യൂരിറ്റീനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ഫ്ലക്സും ഗാംഗയും ചേർന്നിട്ടാണ് നമുക്ക് സ്ലാഗ് എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നത്. അത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്കൊന്ന് വായിക്കാം. ഈക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കണേ. ഈക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഇനി ഇവിടെ അടുത്ത ആളാരാണ്? നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതാണ് നമ്മുടെ കോക്ക്, നമ്മുടെ കാർബൺ. ഇവിടെ കാർബണും കുറച്ച് പ്രോസസ്സിൽ ഇടും. കാരണം ഇവിടെ ഹോട്ട് എയർ സപ്ലൈ ചെയ്യുകയാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എയർ സപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിച്ച് ഇവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. കാരണം അയേൺ അല്ലേടാ, അത് ഉരുകണ്ടേ. ഉരുകാൻ വേണ്ടി നമ്മൾ അയേണിനെ ഓക്സൈഡ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവിനെയും ഹീറ്റ് ചെയ്യുക. പ്രസൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്നത് തന്നെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് എയർ, ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന കോക്ക്, അതായത് നമ്മുടെ ഈ പറയുന്ന കോക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഈ കോക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഈ പറയുന്ന ആദ്യം ഇവിടെ കോക്കുലായിട്ട്, അതായത് നമ്മുടെ ഇതിനകത്ത് ആദ്യം നമ്മൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ റിയാക്ഷൻ കണ്ടു, അതെങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് മിക്സറിനകത്ത് നമ്മുടെ ഈ കോക്ക് ഉണ്ട്, അതായത് കരിയുണ്ട്. ഈ കരിയും ഈ പറയുന്ന ഹീറ്റിൻ്റെ പ്രസൻസ് നമുക്ക് ഈ കരിയും റിയാക്ഷൻ നടക്കും ഈ ചേമ്പറിൻ്റെ ഉള്ളിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ഹൈ ആയിട്ട് ഹോട്ട് എയർ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓക്സിജൻ ആയിട്ട് ഈ പറയുന്ന കോക്ക് റിയാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹീറ്റും കിട്ടും. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും. ഇതുപോലെ എന്തെങ്കിലും ഒരു റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുകയാണെങ്കിൽ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ചൂടാണ് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ വിളിച്ച പേരാണ്, നമ്മൾ കെമിസ്ട്രിക്കാർ വിളിച്ച പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. അതായത് പുറത്തേക്ക് എക്സിറ്റ് അടിക്കുക, ഹീറ്റിനെ പുറത്തേക്ക് വിടുക, എക്സോതെർമിക് റിയാക്ഷൻ. അതിനകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും ഈ കോക്ക് ഇങ്ങനെ അതായത് ഈ പറയുന്ന നമ്മുടെ ചാർജ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതാണല്ലോ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത, കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ വീണ്ടും വീഴുന്ന കോക്കായിട്ട് പിന്നെയും ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും റിയാക്റ്റ് ആകും. അങ്ങനെ പിന്നെയും റിയാക്റ്റ് ആയിട്ട് നമുക്കിവിടെ കാർബൺ മോണോക്സൈഡ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഹീറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്ന, അതായത് ഹീറ്റ് ഉൾക്കൊള്ളുകൊണ്ട് റിയാക്ഷൻ നടക്കുന്ന അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ വിളിച്ച പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ.
അങ്ങനെ ഇവിടെ 2 റിയാക്ഷൻ, ഒരു എക്സോതേർമിക് നടക്കുന്നുണ്ട്, ഒരു എൻഡോതേർമിക് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് അങ്ങനെ ക്രിയേറ്റ് ആയി. ഈ കാർബൺ ഡയോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ? ഈ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ഇതെന്താണ്? Fe2O3. ഇതെന്ത് സാധനമാണ്? Fe2O3 എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നെ. ഇതൊരു ഇത് നമ്മുടെ അയേണിൻ്റെ ഓറ്. എന്തോറ്? ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ, ഞാൻ ഹേമറ്റൈറ്റ് ആണ് എടുത്തേക്കണേ. അതുമായിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് കൂടി ചേർന്ന് എനിക്ക് മെറ്റലും കാർബൺ ഡയോക്സൈഡ്, അയേൺ മെറ്റൽ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടും. അതാണ് ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡും ഇങ്ങനെ 2ആയിട്ട് ഇവിടെ കിട്ടും. അങ്ങനെ ഇവിടെ എനിക്ക് മെറ്റൽ മാത്രമായിട്ട് കിട്ടിയത് നിങ്ങൾ കണ്ടോ? Fe മാത്രമായിട്ട് എനിക്ക് കിട്ടി. ഈ അയേൺ ഇരിക്കുന്നത് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും, അതായത് ഉരുകിയരി ഇത്രയും പറയുന്ന ഹീറ്റിലല്ലേ, അപ്പം അയൺ ഉരുകിയ അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്, മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ആ അയേണിനെ ഞാൻ താഴ്ത്ത് വരുമ്പോൾ ഈ അയൺ ഭയങ്കര ഉരുകിയ ഇതിലായിരിക്കും കിട്ടണേ. അങ്ങനെ ഞാൻ അത് താഴ്ത്തുനിന്ന് കളക്ട് ചെയ്യും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന അയേണിനെയാണ് ഞാൻ പിഗ് അയൺ എന്ന് വിളിച്ചത്. അതായത് ഇങ്ങനെ എനിക്ക് കളക്ട് ചെയ്ത അയേണിനെയാണ് പിഗ് അയൺ എന്ന് വിളിച്ചത്. അതെന്തൊക്കെയാണ്? അയേണിന് അങ്ങനെ 3 വെറൈറ്റീസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അയൺ ഇതിന് മോൾട്ടൺ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഞാൻ മോൾട്ടൺ അയൺ എന്ന് പറയാം. മോൾട്ടൺ അയണും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു കാൽഷ്യം കാർബണേറ്റിൻ്റെ റിയാക്ഷൻസ് കണ്ടു. കാൽഷ്യം ഓക്സൈഡ്, അതായത് CaOയും അത് എന്ത് ചെയ്യും, നമ്മൾ CaOയും പിന്നെ നമ്മുടെ ഇമ്പ്യൂരിറ്റി സാൻഡുമായിട്ട് കൂടിച്ചേർന്ന് CaSiO3 നമുക്ക് കിട്ടും. എന്താണ്? CaSiO3. ആ റിയാക്ഷൻ കൂടെ ഞാനിവിടെ ഒന്ന് എഴുതിയിടാം, വേറെ കളറിൽ എഴുതിയിടാം. നമ്മുടെ CaOയും അതുപോലെ തന്നെ SiO2 കൂടെ കൂടി CaSiO3 ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് എന്താടാ? നമ്മുടെ ഫ്ലക്സ് ആണ്. അതുപോലെ നമ്മുടെ SiO3 എന്താ? ഗാംഗിയാണ്. അപ്പോൾ ഫ്ലക്സും ഗാംഗിയും കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയ സാധനമാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലക്സും ഗാംഗിയും കൂടെ കൂടി ചേരുമ്പോൾ എനിക്ക് കിട്ടുന്ന സാധനമാണ് സ്ലാഗ്. ഇതും മോൾട്ടൺ അവസ്ഥയിലായിരിക്കും. ഇനി നമ്മുടെ മോൾട്ടൺ അവസ്ഥയിലുള്ള സ്ലാഗും നമ്മുടെ മോൾട്ടൺ അവസ്ഥയിലുള്ള മെറ്റൽ, അതായത് അയേണും രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വരുമ്പോൾ സ്ലാഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ പറയുന്ന അയേണിനേക്കാളും ലെസ് ഡെൻസർ ആയിരിക്കും. എന്താണ്? വളരെ ലെസ് ഡെൻസർ ആയിരിക്കും സ്ലാഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കാണാം അല്ലേ? ഇവിടെ താഴത്തും 2 ഔട്ട്ലെറ്റ് പോകുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ഔട്ട്ലെറ്റ്, മുകളിലുള്ള ഔട്ട്ലെറ്റ് ഈ പറയുന്ന സ്ലാഗ് ലെസ് ഡെൻസർ, വെയിറ്റ് കുറവായതുകൊണ്ട് മുകളിൽ നമ്മുടെ ഈ അയേണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതുകൊണ്ട് തന്നെ അത് മുകളിലത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. ഏറ്റവും താഴെയായിരിക്കും നമ്മുടെ അയേൺ വരുന്നത്, വിച്ച് മീൻസ് മോൾട്ടൺ അയേൺ. മോൾട്ടൺ ആയിട്ടുള്ള ഉരുകിയ മെറ്റൽ നമുക്ക് ഏറ്റവും താഴെയാണ് കിട്ടുന്നത്, സ്ലാഗിന് താഴെ. കാരണം സ്ലാഗിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ഡെൻസറാണ്, അതുകൊണ്ട് അത് താഴെ വരുള്ളൂ. അപ്പം താഴത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് അങ്ങനെ നമുക്ക് അയേൺ കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലാസ്റ്റ് ഫേർണസ്. ഇനി നമുക്ക് 3 വെറൈറ്റീസ് ഓഫ് അയേൺസ് കിട്ടും. അപ്പം നമ്മൾ ആദ്യത്തെ ആ ബ്ലാസ്റ്റ് ഫേർണസിൽ നിന്ന് സ്വീകരിക്കുന്ന അയേൺ, ആ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അയേണിനെ നമ്മൾ വിളിച്ച പേരാണ് പിഗ് അയേൺ. എന്താണ് ഈ പിഗ് അയേൺ? എന്താണ് ഈ കാസ്റ്റ് അയേൺ? എന്താണ് ഈ ബ്രോട്ട് അയേൺ? കൺഫ്യൂസ് ആവണ്ട, ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇത്രയും സെപ്പറേഷൻ കഴിഞ്ഞാലും പിന്നെയും അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. കാര്യം നമ്മൾ മണ്ണൊക്കെ ഒഴിവാക്കി, എന്നാലും മൈന്യൂട്ട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ലോകത്ത് ഒരു മെറ്റലും കംപ്ലീറ്റ്ലി പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന 916 ഗോൾഡ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? 916 ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91.6% അതിനകത്ത് ഗോൾഡ് ഉള്ളൂ. അതായത് 24 കാരറ്റ് ഗോൾഡാണ് ഏറ്റവും പ്യുവർ എന്ന് പറയുന്നത്. അത് ശരിക്കും പ്യുവർ ആണോ? അല്ല. അതിനകത്ത് 91.6% ഉള്ളൂ അങ്ങനത്തെ ഗോൾഡ്. കാരണം ഗോൾഡ് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒടിയുന്ന സാധനമാണ്. അപ്പോൾ അതിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളായിട്ട് കുറച്ച് മെറ്റൽസ് അതിലേക്ക് ചേർക്കും, കോപ്പറൊക്കെ. അപ്പം എന്ന് വെച്ചാൽ മൈന്യൂട്ട് അളവിൽ. ഇനി അതും പോരാണ്ട് അതിനകത്ത് ആ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഗോൾഡിനകത്തും കുഞ്ഞു കുഞ്ഞു തരികളിൽ വേറെ
പാർട്ടിക്കിൾസ് കാണും, മെറ്റൽസും കാണും, അതുപോലെ തന്നെ നോൺ മെറ്റാലിക് സാധനങ്ങൾ ഫോസ്ഫറസ്, സൾഫർ തുടങ്ങിയ സാധനങ്ങളും കാണും. കുഞ്ഞി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നോൺ മെറ്റാലിക് ആണെങ്കിൽ കാർബൺ ചിലപ്പോൾ കാണും. അയേണിൻ്റെ കേസിലാണെങ്കിൽ കാർബൺ ആണ് നമുക്കിനി ഉള്ള ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാസ്റ്റ് അയൺ, പിഗ് അയൺ, ബ്രോട്ട് അയൺ എന്നിങ്ങനെ 3 ലെവലായിട്ട് ഇതിനെ തിരിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം കാണിച്ച പിഗ് അയൺ വിച്ച് ഇസ് 4%. അതിൽ 4% കാർബൺ ആണ്. പിന്നെ ബാക്കി ഇമ്പ്യൂരിറ്റീസും കാണും. അതായത് 4% കാർബൺ ആണ്, ബാക്കി ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവും. എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആണ്? അതായത് കുറച്ചളവിൽ സിലിക്കോൺ, കുറച്ചളവിൽ സാൻഡ് കാണും. സാൻഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ കുറച്ചളവിൽ മൈന്യൂട്ടായിട്ട് കുറച്ചളവിൽ സാൻഡ് കാണും. അതുപോലെ തന്നെ മാംഗനീസ് കാണും. പിന്നെ നമുക്ക് ഫോസ്ഫറസ് കാണും, സൾഫറും കാണും. ഓക്കെ, ഞാൻ എൻ്റെ സിമ്പിൾസ് ആയിട്ടേക്കണം കേട്ടോ. SI സിലിക്കോൺ, MN മാംഗനീസ്, ഫോസ്ഫറസ്, സൾഫർ ഇങ്ങനെ കാണും. അപ്പോൾ 4% കാർബണും ഇത്രയും ഇമ്പ്യൂരിറ്റീസും വരുന്നതാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിൻ്റെ കേസിലാണെങ്കിൽ കാസ്റ്റ് അയൺ സത്യം പറഞ്ഞാൽ 2% കാർബൺ ഉള്ളതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഈ പിഗ് അയണിനെ വെച്ച് കാസ്റ്റ് അയൺ കമ്പയർ ചെയ്തതിന് ആ പേരിൽ തന്നെയുണ്ട്. നമുക്ക് ഈ അയൺ കുറച്ചുകൂടെ നമുക്ക് നല്ല നല്ല ഷേപ്സിലേക്ക്, ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഉണ്ടാക്കും. ഇരുമ്പിൻ്റെ സ്കൾപ്ചർ അല്ലെങ്കിൽ വയറൊക്കെ ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയൺ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതായത് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അയൺ ഇത് പിഗ് അയണിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പ്യുവർ ആയിരിക്കും, ഇത്തിരിയും കൂടെ ഒരു പ്യുവർ ആയിരിക്കും. കാരണം എന്താ, പിഗ് അയണിൽ 4% കാർബൺ ആണ്. അതിപ്പോൾ ഇത് വരുമ്പോൾ കാർബണിൻ്റെ അളവ് ഇച്ചിരി കുറവാണ്, വിച്ച് മീൻസ് അയണിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണെന്ന് അർത്ഥം. ഇവിടെ 2% അയണും ബാക്കി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെയും കാണും. ലാസ്റ്റ് ഏറ്റവും, അതായത് നമുക്കിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ബ്രോട്ട് അയൺ എന്ന് പറയുന്നത്. ബ്രോട്ട് അയണിലാകെ ബ്രോട്ട് അയണിലാണെങ്കിൽ 0.02% തൊട്ട് ഏകദേശം 0.05% വരെയാണ്, 5 ആട്ടോ, 0.02 തൊട്ട് 0.05% വരെയാണ് കാർബൺ ഉണ്ടാവുക. അതുപോലെ വളരെ മൈന്യൂട്ടായിട്ട് ഈ പറയുന്ന സിലിക്കൺ, മാഗ്നീസ്, ഫോസ്ഫറസ്, സൾഫർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വളരെ ട്രേസ് എമൗണ്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ചുകൂടെ ഏറ്റവും ഫൈനലി അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു അയണിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബ്രോട്ട് അയൺ ആണ്. ഇനി ഈ പറയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ലാഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞ ഈ മോൾട്ടൺ സ്ലാഗ് വിച്ച് ഇസ് CaSiO3. ഈ സ്ലാഗ് നമുക്ക് ഇവിടെ അയണിനെ നമ്മൾ 3 നമ്മൾ തിരിച്ചു. ആൻഡ് ഈ പറയുന്ന സ്ലാഗ് ഞാനൊന്ന് ഇതാക്കി വയ്ക്കാം. സ്ലാഗ് നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന സ്ലാഗ്, അതായത് CaSiO3, നമ്മുടെ സ്ലാഗ് നമ്മൾ വെറുതെ കളയില്ല, ഇതിനെയും കളക്ട് ചെയ്യും. ഈ സിമെൻറ്റിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യാനൊക്കെ ഏറ്റവും ഈ സ്ലാഗാണ് നമ്മൾ റോഡ് ടാർ ചെയ്യാനും സിമെൻറ്റ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കളക്ട് ചെയ്ത് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റും നമുക്ക് യൂസ്ഫുൾ ആണ് ഈ പ്രോസസ്സിൽ കിട്ടുന്നത്. അപ്പോൾ ഈ സ്ലാഗ് മോൾട്ടൺ സ്ലാഗ് നമ്മൾ കളക്ട് ചെയ്ത് മാറ്റും. അതുകൊണ്ടാണ് അതിനെ കളക്ട് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്ന ഈ മോൾട്ടൺ അയോൺ ഉള്ളത്, ഈ പറയുന്ന മോൾട്ടൺ അയോൺ ഉള്ളത് പിഗ് അയോണിൻ്റെ ഇതിലാണ്. അത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഭയങ്കര ഇംപ്യൂർ ആയിട്ടാണ് ഇരിക്കുക. ഈ സാധനം കൊണ്ട് കാസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് സാധനം നിർമ്മിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ പിഗ് അയണിനെ നമ്മൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടി പിഗ് അയണിൽ നിന്നും ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കും. അത് വേറെ ആരുമല്ല മക്കളെ, പിഗ് അയൺ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് സ്റ്റീൽ എന്നുള്ളത്. ആൻഡ് സ്റ്റീലും സംഭവങ്ങളൊക്കെ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ നോക്കാം. അപ്പോൾ ഈ സെഷനിൽ ഞാൻ ഇത് ഇത്തിരി ലോങ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഇത് എന്തായാലും ചോദിക്കുന്നതാണ്. അതുമാത്രമല്ല നമുക്കിനി കോപ്പറിൻ്റെ പ്യൂരിഫിക്കേഷനും എക്സ്ട്രാക്ഷനും വരുന്നുണ്ട്. സോ ഇത് അറിഞ്ഞാലാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മറ്റേ അലൂമിനിയം ആയാലും സിങ്ക് ആയാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ടൈപ്സ് ഓഫ് അയൺ എന്താണെന്നും
ബ്ലാസ്റ്റ് ഫേണൻസ് എങ്ങനെയാണെന്നും യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലെറ്റ്സ് പ്രോസസ്സ് വരുന്നതെന്നും ഏറ്റവും അവസാനം കിട്ടുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് സ്ലാഗ് മുകളിൽ വരുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേടാ. ഇവിടെ എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇത് പഠിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്